ആ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് പൗലോസ് കാത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നോക്കിയാൽ ഈ ഒരു പ്രത്യേക സ്റ്റോക്കിന് വലിയ വിലയൊന്നുമില്ല, ₹1 ₹2 വിലയുള്ളൂ. പക്ഷേ നാളെ അത് ഒരു 100 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അതായിരിക്കും ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ഒരു സ്റ്റോക്ക്. അപ്പോൾ അതിലിപ്പോഴേ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക പൗലോസ്, എന്നിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് മാതിരിയാണ് ഈ ലാഭനഷ്ടങ്ങളെ പറ്റി പൗലോസ് അവിടെ വിവരിക്കുന്നത്. പൗലോസ് ലാഭങ്ങളായിട്ട്, അന്നത്തെ ആളുകൾക്കും ലാഭങ്ങളായിട്ട്, ഇന്നത്തെ ആളുകൾക്കും ഒരുപക്ഷെ ലാഭങ്ങളായി തോന്നുന്ന എല്ലാ കാര്യങ്ങളും, പൗലോസിൻ്റെ പാരമ്പര്യം, പൗലോസിൻ്റെ നീതി, പൗലോസിൻ്റെ വാല്യൂ ആ സൊസൈറ്റിയിൽ, ഇതെല്ലാം വിശദീകരിച്ച ശേഷം ഇതൊക്കെ നഷ്ടമായിട്ട് ഞാൻ എന്നിട്ട് പറയാണ് അവൻ്റെ വാല്യൂ അവൻ കണ്ടെത്തുന്നത് ക്രിസ്തുവിലും അവൻ്റെ പുനരുത്ഥാനത്തിലുമാണ്. ആ പുനരുത്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ സഫറിങ്സ് ഒക്കെ ഇപ്പോൾ അവന് ലാഭമായിട്ട് കാണുന്നത്. കാരണം ഇതൊക്കെ ആ പുനരുത്ഥാനത്തിലൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ആ പുനരുത്ഥാനത്തിൽ കൂടുതൽ നല്ല പുനരുത്ഥാനം കിട്ടാനും കൂടുതൽ കർത്താവിൻ്റെ ആ സ്നേഹവും കർത്താവിൻ്റെ ആ അനുഭവവും കർത്താവിൻ്റെ നന്മയും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അവിടെ ചെല്ലുമ്പോൾ കുറേ ഹൂറികളെയോ അല്ലെങ്കിൽ കുറേ കള്ളോ കിട്ടും എന്നൊക്കെ ആയിരിക്കും പൗലോസ് വിചാരിക്കുന്നത്. ഒരിക്കലല്ല. പൗലോസിന് അതൊന്നുമല്ല വേണ്ടത്, കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ നിറയപ്പെട്ട, അതിനാൽ പിടിക്കപ്പെട്ട പൗലോസ്, ആ സ്നേഹം അവനെ പിടിച്ചിരിക്കുക. അതുകൊണ്ട് പൗലോസ് പറയാണ്, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. എന്ന് വെച്ചാൽ എന്നെ ആരോ പിടിച്ചിട്ടുണ്ട്, ആ പിടിച്ച കക്ഷിയെ പിടിക്കാനായിട്ട് ഞാൻ ഓടുകയാണ്. ആ സ്നേഹത്തിൻ്റെ ആ ബ്യൂട്ടിയാണത്. അത്രയ്ക്കും ആഴത്തിലുള്ള ആ സ്നേഹം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ അത് അനുഭവിക്കാനോ പൗലോസിന് കഴിയുന്നില്ല. ഈ ഭൗതിക ശരീരത്തിൽ നിൽക്കുമ്പോൾ പൗലോസ് പറയാണ്, അതിന് വേണ്ടിയിട്ട് ഇനി ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി വരാണ്ട് ആ ബോഡിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ആ സ്പെഷ്യലൈസ്ഡ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള ശരീരമാണ്, അത് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പിമ്പിലുള്ളത് വിട്ടെറിഞ്ഞ് മുമ്പിലേക്ക് ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദിനായി, പരമവിളി എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന വിളിയാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്, ആ വിളിയുടെ വിരുദിനായി, ആ ഒരു റിവാർഡിനായി, പരമവിളിയുടെ വിരുദിനായി ഞാൻ ലക്ഷ്യം വെച്ച് ഐ ആം റണ്ണിങ് ഫോർ ഇറ്റ്. ഞാൻ ഈ പറയുന്ന ഇതിൻ്റെ ഇവിടെയുള്ള എന്താ പറയുക കഷ്ടപ്പാടും നഷ്ടങ്ങളും ഈ ലാഭങ്ങളും ഒക്കെ കണക്കാക്കിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ കുടുങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ നഷ്ടങ്ങൾ, ഇതൊക്കെ ലാഭങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. കർത്താവ് എന്നെ എന്തിനു വേണ്ടി പിടിച്ചോ? അവൻ്റെ സ്നേഹത്താൽ. ആ സ്നേഹത്തെ ഉൾക്കൊള്ളാനും അതിനെ പിടിക്കാനും ഞാൻ അങ്ങോട്ട് പോവാണ്. അതാണ് എൻ്റെ ലക്ഷ്യം. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വല്ലതും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? കാരണം അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്ന ആ പൗലോസ്, ലോകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ എല്ലാ രീതിയിലും തളർന്ന എല്ലാ രീതിയിലും തള്ളപ്പെട്ട ഒരു വ്യക്തി, കർത്താവിൽ അവൻ സന്തോഷിക്കുന്നു. ജയിലിലിരുന്നുകൊണ്ട്, ഫിലിപ്പിയർക്ക് ഇത് എഴുതുന്നത് ജയിലിലിരുന്നുകൊണ്ടാണ്. സന്തോഷിക്കുന്നത് മാത്രമല്ല, മറ്റോട് പറയാണ് നിങ്ങളും സന്തോഷിക്കണം, നിങ്ങളും സന്തോഷിക്കണം. അപ്പോൾ ആ സന്തോഷം അവന് കിട്ടുന്ന എവിടുന്നാണ്? ദൈവത്തിൻ്റെ പ്രസൻസ് എന്നാണ്. അവിടെയാണ് പൗലോസിൻ്റെ വില മനസ്സിലാക്കുന്നത്. പൗലോസിൻ്റെ വില എന്ന് പറയുന്നത് അവനുള്ള ഭൗതിക നന്മയിലോ അവന് ഇല്ലാത്ത ഭൗതിക നന്മയിലോ അല്ല. പൗലോസിൻ്റെ വില ഈ പറയുന്ന ഭൗതിക കാര്യങ്ങൾക്കൊന്നും നിശ്ചയിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുക അല്ലേ? എന്താ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്? കാരണം ബ്ലഡിന് വില നിശ്ചയിക്കാൻ പറ്റില്ല. പ്രൈസ്ലെസ് എന്ന് പറയുന്നത് മാതിരി വില നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ജീവൻ. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്നത്. വില നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്നേഹം. അതാണ് കർത്താവ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ സ്നേഹം, ആ ജീവനിലേക്ക് നടത്തുന്ന ആ ഒരു കാര്യം പൗലോസിന് കിട്ടി. ആ ഒരു ഗുഡ് ന്യൂസ്, ആ ഒരു നല്ല വാർത്ത, സദ്വാർത്ത, ഖുഷ് ഖബറി പൗലോസിന് കിട്ടി. അതിനു വേണ്ടി പൗലോസ് എന്തും കളയാൻ തയ്യാറാണ്. ഇനി പൗലോസിന് ഇത് വിട്ടിട്ട് വേറൊരു കളിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് പൗലോസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പൗലോസ് വന്നു കഴിഞ്ഞു. പൗലോസിന് മനസ്സിലായി, ഇനി മരണത്തിന് എന്നെ ജയിക്കാൻ കഴിയില്ല. മരണമാണ് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു, ഏറ്റവും അവസാനത്തെ ശത്രു, അവൻ്റെ എല്ലാത്തിനെയും നഷ്ടമാക്കി കളയുന്ന ശത്രു. ഡൊണാൾഡ് ട്രംപിൻ്റെ ശത്രുവും മരണമാണ്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും പറയുന്നുണ്ടല്ലോ, എന്നെ യേശുക്രിസ്തു ദൈവം മരണത്തിൽ നിന്ന് രക്ഷിച്ചു, എൻ്റെ കാതിനാണ് വെടികൊണ്ടത്, അതേ വെടി വേറെ എവിടെയെങ്കിലും കൊണ്ടിരുന്നെങ്കിൽ കഴിഞ്ഞേനെ അല്ലേ? അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അവർക്കൊക്കെ അവരുടെ ജീവന് വിലയുണ്ട്.
അവർക്കറിയാം അവർക്ക് എത്ര പണമുണ്ടെങ്കിലും സമ്പാദ്യമുണ്ടെങ്കിലും ബില്യനെയർ ആണെങ്കിലും അവിടുത്തെ അമേരിക്കയിലെ ഏറ്റവും ഉന്നതനായ പ്രസിഡന്റ് ആണെങ്കിലും ആ സ്ഥാനത്തിനും ആ പൈസയ്ക്കും വാങ്ങിച്ചു തരാൻ കഴിയാത്തൊരു കാര്യമാണ് അവരുടെ ജീവൻ, ഈ ലോകത്തിലുള്ള ജീവൻ. അപ്പോൾ ഈ ലോകത്തിലുള്ള ജീവൻ ഇത്രയും വിലയുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന ആ ലോകത്തിലുള്ള ജീവൻ എന്തായിരിക്കും വില? കാരണം ഇതെന്തായാലും നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ ഈ നഷ്ടപ്പെടാ സാധ്യതയുള്ള ഈ ജീവന് വലിയ വില കൊടുക്കാതെ ലാഭനഷ്ട കാറ്റഗറിയിലല്ല പൗലോസ് ചിന്തിക്കുന്നത്. പൗലോസ് ഒരു ആത്മീയനാണ്. പൗലോസ് ചിന്തിക്കുന്നത്, ആ പൗലോസിൻ്റെ ചിന്തിക്കുന്ന കാറ്റഗറീസ് തന്നെ വ്യത്യാസമുണ്ട്. ശരി തെറ്റ്, നന്മ തിന്മ, ന്യായം അന്യായം, നീതി അനീതി, ഈ കാറ്റഗറിയിലാണ് പൗലോസ് ചിന്തിക്കുന്നത്. നിങ്ങളൊരു ആത്മീയനാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും. ലാഭം നഷ്ടം ഇതൊന്നും നിങ്ങളുടെ കാറ്റഗറി ആയിരിക്കില്ല. ഇന്നിപ്പോൾ പല സുവിശേഷകന്മാരും ലാഭത്തെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്ന ലാഭം നഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം കോടികൾ തരും, നിങ്ങളെ ദൈവം കോടീശ്വരനാക്കും, നിങ്ങളുടെ ഭൗതിക പ്രശ്നങ്ങളൊക്കെ ദൈവം മാറ്റും. ഇതൊക്കെയാണ് അവർ പറയുന്ന സുവിശേഷം. അതൊരു സുവിശേഷമേ അല്ല. അതെന്ത് സുവിശേഷമാണ്? ആ സുവിശേഷം അംബാനി കേൾക്കുമോ? ആ സുവിശേഷം അംബാനിക്കൊരു സുവിശേഷമായിരിക്കുമോ? അംബാനിക്കും അദാനിക്കും ഈ പൈസയൊക്കെ ഓൾറെഡി ഉണ്ട് ഇല്ലേ? അവർക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി ഈ ലോകപ്രകാരം എല്ലാം കിട്ടാൻ പോവാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ സുവിശേഷം ഒരു വലിയ സുവിശേഷമല്ല, വലിയ സദ്വാർത്തയൊന്നും അല്ല അത്. പക്ഷെ അവർക്കൊരിക്കലും മരണമില്ലാത്തൊരവസ്ഥയിലേക്ക്, അവർക്ക് എന്നേക്കും ജീവിക്കുന്ന, ഒരിക്കലും ജീർണിക്കാത്ത ഒരു ശരീരവും അങ്ങനെ ഒരു നിത്യമായ ജീവനും സ്നേഹം മാത്രം പ്രചരിക്കുന്ന സ്നേഹം മാത്രം വാഴുന്ന ഒരു സ്ഥലത്ത്, മരണമില്ലാത്ത ഒരു സ്ഥലത്തുണ്ടാകും എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ അവർക്കൊരു സുവിശേഷമായിരിക്കും. അതാണ് വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറഞ്ഞത്. അല്ലാതെ എന്താ പറയുക, നിങ്ങൾക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുന്നോ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റുന്നോ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാശുണ്ടാവുന്നോ, നിങ്ങൾക്ക് കുറേ മക്കളുണ്ടാവുന്നോ, ഇതൊക്കെ ഇവിടുത്തെ സമ്പാദ്യങ്ങളാണ്. ഇതൊക്കെ നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്. ആ നഷ്ടപ്പെടാത്തത് നമുക്ക് നിത്യമായി തരുന്ന, അതാണ് ഏറ്റവും വലിയ സുവിശേഷം. മരണത്തെ ഡൊണാൾഡ് ട്രംപിനും പേടിയാണ്, മരണത്തെ ഈലോൺ മസ്കിനും പേടിയാണ്. അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. നമുക്കുണ്ടാകുന്നതിനേക്കാളും ഒരുപാട് വലിയ നഷ്ടമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. ഇഷ്ടം പോലെ ലോസ് ആയിരിക്കും. ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ലാഭത്തിൽ നിൽക്കുന്ന ആ മനുഷ്യൻ മരിക്കുന്ന ആ നിമിഷം ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടത്തിലേക്ക് പോയി. നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ഒരു 10 ലക്ഷം രൂപയോ ഒക്കെ ആയിരിക്കും നമ്മൾ വിട്ടു. അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഇവരുടെ നഷ്ടം എത്ര വലുതായിരിക്കും? പ്രസിഡന്റ് മരിക്കുമ്പോൾ പ്രസിഡന്റിന്റെ സ്ഥാനം മാത്രമല്ല പോകുന്നത്, ആ മുഴുവൻ സംഗതി ഉണ്ടാക്കിയ മുഴുവനും പോവല്ലേ, എല്ലാം പോയി. ആ മരണം എന്ന് പറയുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് മാതിരിയാണ് പല ആളുകൾക്കും. അതുകൊണ്ടാണ് മരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പറഞ്ഞില്ലേ, ഞാൻ വെറും കൈയോടെയാണ് വന്നത്, വെറും കൈയോടെയാണ് ഞാൻ പോകുന്നത്. ഭഗവത്ഗീതയുടെ സാരാംശമായിട്ട് ഇന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ചെറിയ കോട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? സബ് കുച്ച് യഹീ കാ ഹൈ യഹീ പേ ഛോഡ് ജാओगे. ഒന്നും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ഇവിടുത്തേതാണ്, നമ്മൾ ഇവിടെ തന്നെ വിട്ടിട്ട് പോകും. ഇന്ന് നിങ്ങളുടേതാണ്, നാളെ എൻ്റേതാകും. ഇന്ന് എൻ്റേതായിരിക്കാം, നാളെ വേറൊരാളുടെ ആകും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ പറയുന്ന ഭൗതിക നന്മകളിലും അതിൻ്റെ ലാഭത്തിലും നഷ്ടത്തിലും അതിനകത്താണ് നമ്മളെപ്പോഴും കുരുങ്ങിയിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നിത്യതയെക്കുറിച്ച് അറിയാനോ ചിന്തിക്കാനോ ആ നിത്യത അനുഭവിക്കാനോ ആ സ്നേഹം, ആ ജീവൻ, ആ നിത്യസ്നേഹം, ആ നിത്യജീവൻ ഇത് അനുഭവിക്കാനോ നമുക്ക് സാധിക്കില്ല. ആ നിത്യജീവനും നിത്യസ്നേഹവും അങ്ങനെയുള്ള ഒരു വലയാണ് കർത്താവിൻ്റെ വല. അതിനകത്തോട്ട് നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് രക്ഷ. ആ രക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും കർത്താവ് ലാഭമാക്കി തരും. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മരിക്കുന്ന സമയത്ത് ഈലോൺ മസ്ക് മരിക്കുന്ന പോലെ അത്ര വലിയ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒന്നാമത് ഡൊണാൾഡ് ട്രംപ് മരിക്കുന്ന പോലെ അത്രയും വലിയ നഷ്ടം നിങ്ങൾക്ക് സ്ഥാനത്തിൻ്റെയും മാനത്തിൻ്റെയും പദവിയുടെയും പിന്നെ പൈസയുടെയും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇവർക്ക് ഇന്നുള്ളതിനേക്കാളും എത്രയോ അധികമായിരിക്കും, എത്രയോ വലിയതായിരിക്കും, എത്രയോ കാലം നീണ്ടു നിൽക്കുന്നതായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലുള്ള നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം
നാം സാരമില്ല എന്നെണ്ണേണ്ടി വരും. എന്ന് വെച്ചാൽ വരാൻ പോകുന്നത് വെച്ച് നോക്കി ദിസ് ഈസ് നത്തിങ് മാൻ. നമ്മുടെ ഈ സ്ട്രഗിൾസും സഫറിങ്സും ടെംപ്റ്റേഷൻസും നമ്മുടെ ഈ പിരിമുറുക്കവും പിറുപിറുപ്പും ഒന്നും അല്ലെന്ന്. ദിസ് ഈസ് നത്തിങ്. യു ലുക്ക് അറ്റ് വാട്ട് ലൈസ് അഹെഡ് ഓഫ് യു. നിങ്ങൾ മുന്നോട്ട് നോക്കുക, അവിടെ ദൈവം വെച്ചിരിക്കുന്നത് നോക്കുക. ആ മുമ്പിലേക്കുള്ള ആ ക്രിസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ മുമ്പിലേക്കുള്ളതിനെ നോക്കി നിങ്ങൾ അങ്ങോട്ട് ഓടുക. അങ്ങനെ ഓടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്കെതിരെ ഒരുപാട് കല്ലേറും ഒരുപാട് വൃത്തികേടും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ വരും. ആ വരുന്ന സമയത്ത് നമ്മൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതായി, നമ്മുടെ വില തീരുമാനിക്കുന്നത് ഈ മനുഷ്യരല്ല. ഇവർ തരുന്ന ഇൻസൾട്ട് അല്ല നിങ്ങളുടെ വില തീരുമാനിക്കുന്നത്, എൻ്റെ വില തീരുമാനിക്കും. ഇവർ നമുക്കെതിരെ ഫയൽ ചെയ്യുന്ന കേസല്ല നിങ്ങളുടെയും എൻ്റെയും വില തീരുമാനിക്കുന്നത്. ഇവർ നമുക്കെതിരെ പ്രചരിപ്പിക്കുന്ന കുപ്രചരണങ്ങൾ, തൽപര കക്ഷികളുടെ കുപ്രചരണം, ഇതല്ല നമ്മുടെ വില തീരുമാനിക്കുന്നത്. നമ്മുടെ വില തീരുമാനിക്കുന്നത് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. നമ്മുടെ വില തീരുമാനിക്കുന്നത് കർത്താവാണ്. നമ്മുടെ വില ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ട്. അതാണ് നമ്മുടെ വില. അവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നതെങ്കിൽ, ആസാഫ് പറഞ്ഞ മാതിരി ആസാഫ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു എന്ന് വെച്ചാൽ ആ ദൈവ സാന്നിധ്യം ചേഞ്ച് എവറിത്തിങ്. പെർസ്പെക്റ്റീവ് മുഴുവനായിട്ടും മാറി. ഇതുവരെയും അവരൊക്കെ നല്ല ലാഭത്തിൽ, ഞാൻ നഷ്ടത്തിൽ നിന്നാണ് തോന്നിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാനാണ് ഏറ്റവും ലാഭത്തിൽ, അവരൊക്കെ നഷ്ടത്തിൽ വെച്ചാൽ വഴുവഴുപ്പിലാണ്. എപ്പോൾ വേണമെങ്കിലും പോകാം, എന്നാലും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് അവരോട് സഹതാപം തോന്നത്തക്ക രീതിയിലാണ് ആസാഫിൻ്റെ പിന്നത്തേതിലെ അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നിങ്ങളുടെ അവസ്ഥ മാറണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവൽ ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വില എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഈ ലോകത്തിലെ കോടതികളോ പട്ടാളമോ ഈ ലോകത്തിലെ പൊളിറ്റീഷ്യൻസോ ഈ ലോകത്തിലെ പൈസക്കാരോ അല്ല. നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഓരോ വ്യക്തിക്കും അവൻ്റേതായിട്ടുള്ളൊരു വിലയുണ്ട്. ഇൻട്രസ്റ്റിക് ഭാഗത്ത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടൊരു വിലയുണ്ട് നമുക്ക്. അതുകൂടാതെ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും വലിയൊരു വില കർത്താവ് തരുന്നുണ്ട്. ആ വില എന്താണ്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി മുഴുവനായും ഏൽപ്പിച്ചു തന്നു. അത്രയ്ക്കും വലിയ വിലയാണ് ദൈവം നിങ്ങൾക്ക് കൽപ്പിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളൊന്നും അല്ല, നത്തിങ് മാൻ, കമോൺ. പക്ഷെ ആ ദൈവം നിങ്ങൾക്ക് തരുന്ന വില എത്രയാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവൻ്റെ സ്വന്തം പുത്രനെ അവൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തരാൻ തയ്യാറാണ്. അങ്ങനെയുള്ളൊരു വിലയാണ് ദൈവം നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഏറ്റവും വലിയ കൊടും ക്രൂരനായ കള്ളനോ അല്ലെങ്കിൽ ഡെക്കോയിറ്റോ ഉണ്ടെങ്കിൽ അവനൊരു വില നിശ്ചയിക്കും. എന്നാൽ 15 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം ഇതൊക്കെയായിരിക്കും നമ്മൾ നിശ്ചയിക്കുന്ന വില. ഒന്നും ഉണ്ട്, ചില ടെററിസ്റ്റിനെ കൊന്നാലും 30 ലക്ഷം കിട്ടും, അല്ലെങ്കിൽ 50 ലക്ഷം കിട്ടും, പിടിപ്പിച്ചാൽ ചിലപ്പോൾ 1 കോടി കിട്ടും. ആ വിലയുള്ളവർക്ക്. പക്ഷെ കർത്താവ് നമുക്ക് തരുന്ന വില എത്രയാണ്? യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വിലയാണ് നിങ്ങൾക്കും എനിക്കും കർത്താവ് തരുന്നത്. അത്രയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അത്രയും വലിയ വില ദൈവം നമുക്ക് തരുന്നെങ്കിൽ അതാണ് നമ്മുടെ വില എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ ഈ വല ഒരു വലയായിട്ടല്ല തോന്നുക, ഇതൊരു വിലയായിട്ടാണ് തോന്നുക. ഈ വല ഒരു വിലയായിട്ടാണ് തോന്നുക. ആ സ്നേഹം, ആ നിത്യസ്നേഹം, ആ നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? പത്രോസ് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം നമ്മൾ ചോദിക്കുക. പിന്നെ നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിത്യജീവൻ കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താണ്? ഇവിടുത്തേതൊക്കെ കഴിയും. അവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ തീർന്നു കഴിഞ്ഞാൽ തീയണ്ട. പക്ഷെ നമുക്ക് അതൊരു ബിഗിനിങ്ങാണ്. നമുക്ക് ഡെത്ത് ഈസ് നോട്ട് ലിമിറ്റേഷൻ. നമുക്ക് മരണമെന്ന് പറയുന്നത് ഒരു തടസ്സമല്ല. മരണമെന്ന് പറയുന്നത് കർത്താവ് ഓൾറെഡി മറികടന്ന ഒരു ഹേർഡിൽ മാത്രമാണ്. ഒരു 100 മീറ്റർ ഹേർഡിൽ ഓട്ടത്തിൽ ഓരോ ഹേർഡിൽ മറികടന്നാണ് ആ ഓട്ടക്കാരൻ മുന്നോട്ട് പോകുന്നത്. അതേമാതിരി രോഗം വരും, ദുഃഖം വരും, എന്താ പറയുക, നമ്മൾ ചിലന്ന് വേർപിരിയുന്ന അങ്ങനെയുള്ള വേർപാടിൻ്റെ അനുഭവങ്ങൾ വരും. ഈ വരുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരു പ്രസവ അനുഭവം വരും. എന്തൊക്കെ അനുഭവം നമുക്ക് വന്നാൽ, ആക്സിഡൻ്റ് അനുഭവം വരും. ഇതൊക്കെ വന്നാൽ ഇതൊക്കെ ഒരു ഹേർഡിൽ മാത്രമാണ്. അതൊക്കെ ചാടി അവസാനത്തെ ഹേർഡലാണ് മരണം. അതും നമ്മൾ ചാടിക്കിടക്കും. അത് ചാടിക്കിടക്കുമ്പം പിന്നെ അങ്ങോട്ട് എന്താണ്? വിജയമാണ്. പിന്നെ അങ്ങോട്ട് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്തും എന്ന് മാത്രമല്ല, കർത്താവിനോട് കൂടെ എന്നേക്കും വാഴും. അപ്പോൾ ഇതിൻ്റെ നടുവിൽ നമ്മൾ ഈ ഹേർഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിനെ മാത്രം മുന്നോട്ട് നോക്കിക്കൊണ്ട് പിന്നിലുള്ളതൊക്കെ വിട്ടറിഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദ്ധനായ ലാക്കിലേക്ക് ആ ലക്ഷ്യം വെച്ച് നമ്മൾ ഓടുന്ന സമയത്ത് ഈ പുറകിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വേണ്ടാത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലേക്ക് ശ്രദ്ധിച്ചാൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി ലോത്തിൻ്റെ വരയുടെ അവസ്ഥ വരും. ഇനി വേറെ ചില സൈഡിൽ നിന്ന് നമ്മൾ ഓരോന്ന് എറിഞ്ഞുകൊണ്ടിരിക്കും, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, പല രീതിയിലുള്ള. പിന്നെ കൂടെ ഓടുന്നവരുണ്ടാവും, അവരെ ശ്രദ്ധിക്കുക, ഇവരെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ ഹെർഡലിനെ ശ്രദ്ധിക്കാനോ അതിനെ ചാടി കിടക്കാനോ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഹെർഡലിൽ ഇട്ട്
തളർന്നു വീണ് പോകും. ചിലപ്പോൾ അതൊരു വേർപാടായിരിക്കും, ചിലപ്പോൾ ഒരു രോഗമായിരിക്കും. ഇങ്ങനെ പല അവസ്ഥകളിലുമാണ് മനുഷ്യർ കർത്താവിൻ്റെ സ്നേഹം ഉപേക്ഷിച്ചിട്ട് ആ നിത്യസ്നേഹം, നിത്യജീവൻ വിട്ടെറിഞ്ഞിട്ട് പിശാചിൻ്റെ വഴിയിലേക്ക് പോകുന്നത്. എന്നാൽ ആ ഹെർഡിൽ നമ്മൾ ചാടി പോവുകയാണെങ്കിൽ അവസാനത്തെ ഹെർഡിലാകുന്ന മരണവും നമ്മൾ ചാടിക്കണം. പിന്നെന്താ സംഭവിക്കുക? കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ ഈ പറയുന്ന ഇവർക്ക് നമുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. കുറേ പേര് നമ്മളെ ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടുണ്ടാവും, കുറേ പേര് ചിലപ്പോൾ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, കുറേ പേര് ചിലപ്പോൾ നമ്മളെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് പരത്തിയിട്ടുണ്ടാവും, കുറേ പേര് നമ്മളെ വട്ടനെന്ന് വിളിച്ചിട്ടുണ്ടാവും, പൊട്ടനെന്ന് വിളിച്ചിട്ടുണ്ടാവും, ദുഷ്ടനെന്ന് വിളിച്ചിട്ടുണ്ടാവും, കുറേ പേര് നമ്മളെ പുറകിൽ നിന്ന് ഉപദ്രവിച്ചിട്ടുണ്ടാവും, നമ്മളെ മുന്നോട്ട് ഓടിക്കാൻ വിട്ടിട്ട്, കുറേ പേര് നമ്മളെ കൂടെ നിന്ന് നമ്മളെ ചതിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് അവിടെ പ്രതിഫലമായി തീരും. ആ പ്രതിഫലമാണ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തത്. അതാണ് നിങ്ങളുടെയും എൻ്റെയും ലക്ഷ്യം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ദൈവമാണ് നമ്മുടെ വില നിശ്ചയിച്ചിരിക്കുന്നത്. ആ പ്രതിഫലവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വില കാണുന്നതെങ്കിൽ, എന്നുവെച്ചാൽ ആ വരാൻ പോകുന്ന നാളെയിലുള്ള നമുക്ക് വരാൻ പോകുന്ന രാജ്യത്തിലുള്ള നമ്മുടെ വിലയും കൂടെ വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ വില കാണുന്നതെങ്കിൽ നമ്മൾ ഈ വലിയ വലിയ സായിപ്പന്മാരെ കണ്ടു പേടിക്കില്ല. നമ്മൾ അവരെ കാണുമ്പോൾ നമുക്കറിയാം അവരെന്തിലാണ്, വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ അവരെ ദൈവത്തെക്കാളും വലുതായി നമ്മുടെ മനസ്സിൽ കാണൂല. ഇവരെ ആണെങ്കിൽ മറ്റുള്ളവരെ ആണെങ്കിൽ, ഞാൻ 2 ഉദാഹരണങ്ങൾ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഇന്ന് ഏറ്റവും പ്രശസ്തിയുള്ള ആളുകൾ ഇവരാണല്ലോ. എന്നാൽ ഈ പ്രശസ്തിയും ഈ പൈസയും ഈ ലോകപരമായുള്ള അംഗീകാരവും ഒക്കെ ഒരു ദിവസം വിട്ടുപോകും. എന്നാൽ ഒരിക്കലും വിട്ടുപോകാത്ത ഒന്നുണ്ട്. നീ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ശബ്ദം. ഒരിക്കലും വിട്ടുപോകാത്ത ഒന്നുണ്ട്. ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് എന്ന് പറഞ്ഞ് നമ്മളെ സ്വീകരിക്കുന്ന ആ ശബ്ദം. അതിനു വേണ്ടിയാണ് നമ്മൾ ചലിക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ ഓടേണ്ടത്. അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ മുഴുവനും നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ തന്നെ നോക്കുക. നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും വരും, പല പരാജയങ്ങൾ വരും, നന്മകൾ വരും, തിന്മകൾ വരും. ഇതൊക്കെ ലാഭനഷ്ടങ്ങളാണ്. ലാഭനഷ്ടം. ഇതിനെ കളിയാക്കിയും കൊണ്ടാണ്, ഈ ലാഭനഷ്ട കാറ്റഗറീസിനെ തന്നെ കളിയാക്കിയും കൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ തൻ്റെ വിലയെക്കുറിച്ച് സംസാരിക്കുന്നത്. തൻ്റെ വിലയെക്കുറിച്ച് മാത്രമല്ല, തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമല്ല, തനിക്ക് ലഭിക്കാൻ പോകുന്ന നല്ല ഓഹരിയെക്കുറിച്ചും. ആ ഓഹരി നിങ്ങൾക്കും എനിക്കും ലഭിക്കുമാറാകട്ടെ. ആ ഓഹരി എന്ന് പറയുന്നത് നിത്യസ്നേഹമാണ്, നിത്യജീവനാണ്. ഒരിക്കലും അത് നഷ്ടപ്പെടില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും എന്നെ സഹിച്ചതിന് നന്ദി.